ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ആ അനുഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. ഫമാ മിൻ നിഅ്മത്തിൻ, എന്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നാലും ഫമാ ബിക്കും മിൻ നിഅ്മത്തിൻ ഫമിനല്ലാഹ്, അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. എത്രമാത്രം അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരനുഗ്രഹവും അതല്ല തരണ്ടെന്ന് വിചാരിച്ചാൽ അതില്ല സുഹൃത്തുക്കളെ. ഈ ശ്വാസം അതില്ല, അത് പടച്ചോൻ തരാണ്. തരണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കത് കിട്ടൂല. അള്ളാഹുവിനെ അതുകൊണ്ട് അൽഹംദു എന്ന് പറയുമ്പോൾ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചത്, നമ്മൾ ജീവിതത്തിൽ നമുക്ക് അറിയുക പോലും ചെയ്യാത്ത, നമ്മൾ അനുഭവിച്ചിട്ടും നമുക്കറിയാൻ പറ്റാത്ത പരോക്ഷമായ അനുഗ്രഹങ്ങളെ കൂടെ പ്രതിനിധീകരിക്കാൻ ആ വാക്കിന് പറ്റും. അള്ളാഹ്ക്ക് മനസ്സറിഞ്ഞ് നമ്മൾ സ്തുതി പറയാണ്. അത് നമ്മുടെയൊക്കെ നിർബന്ധമായ ഒരു കർത്തവ്യമാണ്. സർവസ്തുതികൾ അള്ളാഹുവിന്റെ അടുക്കെന്നല്ലാതെ ഒന്നും നമുക്ക് വരില്ല. അവൻ ആരാണ്? റബ്ബുൽ ആലമീൻ. അല്ലാത്ത മറ്റെല്ലാറ്റിൻ്റെയും പരിപാലകൻ അവനാണ്. ആലം എന്ന് പറഞ്ഞാൽ അത് അല്ലാത്ത എല്ലാറ്റിനും ആലം എന്ന് പറയും. എല്ലാറ്റിൻ്റെയും പരിപാലകൻ. പരിപാലകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സംരക്ഷിച്ച് നിലനിർത്തുന്ന അള്ളാഹു. ഭക്ഷണം കൊടുക്കുന്നത്, അതിൻ്റെ പ്രത്യുൽപാദനം, അതിൻ്റെ സുരക്ഷ, എല്ലാം അതാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങൾ, ഒരു ജീവി പോലും അതിനെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഭക്ഷണം ഇവിടെ സൃഷ്ടിക്കാതെ പോയിട്ടില്ല, അതിൻ്റെ സുരക്ഷിതത്തിൻ്റെ വഴി നിർണ്ണയിക്കാതെ പോയിട്ടില്ല, ഒക്കെ ചെയ്തിട്ടുണ്ട്.